നമസ്കാരം. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തൊഴിൽ എന്നതല്ല, വിജ്ഞാനവും വിവേകവും അറിവും തിരിച്ചറിവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വേറെ ലെവലാണ്. 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് പാർട്ടിയെ കളറാക്കുന്നത് MDMA-യും കഞ്ചാവും ഒക്കെയാണ്. കൂട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതൊന്നും അധ്യാപകരും രക്ഷിതാക്കളും അറിയേണ്ടതില്ല. ആവശ്യമെങ്കിൽ തല്ലിത്തീർക്കാനും കൊന്നു തള്ളാനും കുട്ടികൾക്കറിയാം. ഇനി കൊന്നാൽ പോലും നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാം എന്ന അറിവും അവർക്കുണ്ട്. സഹപാഠിയെ കൊല്ലണം എന്ന് തീരുമാനിച്ചാൽ കൊന്നിരിക്കും എന്ന് പരസ്യമായി വെല്ലുവിളിക്കാനും മടിയില്ല. ഈ കുരുത്തക്കേടുകളെങ്ങാൻ അധ്യാപകർ ചോദ്യം ചെയ്താൽ സാറേ പുറത്തേക്കിറങ്ങ്, തീർത്ത് കളയും എന്നാണ് ഭീഷണി. സൗഹൃദത്തിൻ്റെ കപടമാധുര്യം നിറച്ച് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലും ലഹരി നൽകി കൂട്ടുകാരിയെ പീഡിപ്പിക്കുന്ന ആൺസുഹൃത്തുള്ള ക്ലാസ് മുറിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ എങ്ങനെ പെൺമക്കളെ അയക്കും? കുട്ടി ക്രിമിനലുകളുടെ ഈ തോന്നിയവാസങ്ങൾക്ക് മുന്നിൽ എത്ര നാൾ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയും? സ്കൂളിലും റോഡിലും ബസ് സ്റ്റോപ്പിലും തമ്മിലടിച്ചു ചാകുന്ന കൂട്ടരെ കണ്ടില്ല എന്ന് നടിച്ച് എത്ര നാൾ ഒഴിഞ്ഞു മാറും? നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? നമ്മുടെ കുട്ടികൾ ലഹരിപ്പിടിയിലെന്ന് ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അയൽനാട്ടിൽ ഇതിലും വലിയ കണക്കാണുള്ളത് എന്നത് ഭരണകൂടം ഉയർത്തിക്കാണിക്കുന്നത് എത്ര നാൾ തുടരും? വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച് കൈ കഴുകിയാൽ കഴിയുന്നതാണോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം? തല്ലിപ്പടിക്കുന്ന കുട്ടികളെ തിരുത്താൻ ആരുമില്ലേ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ സൈനുദ്ദീൻ. അദ്ദേഹം മരണപ്പെട്ട ഷഹബാസിൻ്റെ അമ്മാവൻ ആണ്. ഡോക്ടർ LC ഉമ്മൻ, പ്രശസ്ത സൈക്യാട്രിസ്റ്റ്. അഡ്വക്കേറ്റ് ആൻസൺ PD അലക്സാണ്ടർ, വിദ്യാർത്ഥികൾക്കിടയിൽ അടക്കം പ്രവർത്തിക്കുന്ന കനൽ എന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. മുഹമ്മദ് ഷമ്മാസ് KSU നേതാവ്. ശ്രീ സക്കറിയ ജോർജ്, റിട്ടയേർഡ് SP. ശ്രീ ശ്യാം പ്രസാദ്, DYFI നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ സൈനുദ്ദീൻ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു മരണാനന്തര ചടങ്ങ് കഴിഞ്ഞതേയുള്ളൂ, തീരാ നോവിൻ്റെ വേദന എന്ത് എന്നത് ഞങ്ങൾക്കും അറിയാം. ഷഹബാസിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം ഞങ്ങളും ചേരുക തന്നെയാണിത്. കേരളത്തിൻ്റെ കണ്ണീരാണ് ഷഹബാസ് എന്നത്. ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് താങ്കളെ അല്പം ബുദ്ധിമുട്ടിക്കുന്നത്. ആദ്യം തന്നെ അതിൽ ക്ഷമ ചോദിക്കുന്നു. ഈ ഷഹബാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിക്കേറ്റതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിനു മുമ്പോ ഇങ്ങനെയൊരു ക്ലാഷ് ഉണ്ടായി എന്ന കാര്യമൊക്കെ വീട്ടുകാർ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞിരുന്നോ? എന്തായിരുന്നു ഈ പരിക്കേറ്റ് ഷഹബാസ് എത്തുമ്പോഴുണ്ടായിരുന്ന ഒരു സാഹചര്യം? ശ്രീ സൈനുദ്ദീൻ, താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവം ആയിരുന്നു ഷഹബാസിൻ്റെ മരണം എന്നത്. ഇന്നലെയായിരുന്നു അതിക്രൂരമായി ഷഹബാസ് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ ആക്രമണം, 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആക്രമണം. ആ ആക്രമണത്തിലാണ് 10ാം ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥിയായ ഷഹബാസിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഷഹബാസിൻ്റെ അമ്മാവൻ സൈനുദ്ദീൻ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ സൈനുദ്ദീൻ, ഈ ഷഹബാസ് പരിക്കേറ്റ് വീട്ടിലെത്തിയതിന് ശേഷമുണ്ടായൊരു സാഹചര്യം എന്തായിരുന്നു? ഇങ്ങനെയൊരു ക്ലാഷ് ഉണ്ടായതായി അല്ലെങ്കിൽ സഹപാഠികളുമായി ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായതായി കുടുംബത്തിന് എന്തെങ്കിലും ഒരു സൂചനയോ അറിവോ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? പക്ഷേ ഈ പരിക്ക് പറ്റി വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ
അത് കുടുംബങ്ങളൊന്നും അറിയുന്നില്ല. കുടുംബങ്ങൾ അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കാണിച്ചാൽ പിന്നെ രാത്രി 7:30 മണിയാകുമ്പം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത്. കാരണം വൈകുന്നേരം 5:30 മണിക്ക് അവൻ വീട്ടിലൊരു ചായക്കടി വാങ്ങിക്കേണ്ടതാണ് പറഞ്ഞു വെച്ചതാണ്. ആ ചായക്കടി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ പോയ കുട്ടി പിന്നെ വരുന്നത് 7:30 മണിക്ക് ഗുരുതരാവസ്ഥയിലായ അവസ്ഥയിൽ ഇവരെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു വീടിൻ്റെ ഗേറ്റിങ്ങെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയതാണ്. ആ ഇറക്കിയിട്ട് പോയി പിന്നെ ഈ കുട്ടീനെ ആ വീട്ടിൻ്റെ ഉടമസ്ഥനാണ് കാണുന്നത് ഗേറ്റിൻ്റെ മുകളിൽ കിടക്കുന്നത്. ആ കുട്ടീനോട് പലതും ചോദിച്ചിട്ട് ആ കുട്ടിക്ക് മുണ്ടാൻ വരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ കുട്ടീൻ്റെ വീട്ടിലെ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നത്. വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ കട്ടിൽമേൽ കണ്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്നതാണ്. പിന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ഈ പെരക്കാരൊക്കെ കൂട്ടം നിലവിളിയൊക്കെ ആയി ചോദിച്ച് അവസാനം ഇവൻ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു. എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ആവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ മിണ്ടുന്നില്ല. പിന്നെ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടാൽ 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വായിൽ നിന്ന് ഈ ഒരു പദം അങ്ങനെ വന്നു. വായിൽ നിന്ന് ഈ പദം വന്നു കഴിഞ്ഞിങ്ങനെ പദങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി വന്നപ്പം ആകെ വെപ്രാളപ്പെട്ടു. ഇതെന്താണ് സംഭവം എന്നറിയണം. അപ്പോൾ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് ആകെ വെപ്രാളപ്പെട്ട് ആണുങ്ങളൊക്കെ വിളിച്ച് പോലുമൊക്കെ വന്ന് അപ്പോഴേക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം ഛർദ്ദിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ്റെ തലക്കെന്തോ പറ്റിയിട്ടുണ്ടാണ്. ആ തലക്ക് പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടീൻ്റെ രക്ഷിതാവും വേറെ 2-3 ആൾക്കാരും കൂടി കാർ എടുത്തുകൊണ്ട് വന്ന് കാറിൽ കയറ്റി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പരിശോധന എടുത്തപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണമെന്ന്. കോളേജിൽ 1/2 മണിക്കൂർ കൊണ്ട് കോളേജിൽ എത്തിക്കണം. അതിനുള്ള സംവിധാനം പോലെ അവിടുന്ന് ചെയ്ത് തന്നിരിക്കണം. അപ്പോൾ ഈ 1/2 മണിക്കൂർ കൊണ്ട് കോളേജിൽ എത്തിക്കാമെന്ന് പറഞ്ഞാലും അതിന് സംവിധാനമുള്ള ആംബുലൻസ് വേണം. ICU ഉള്ള ആംബുലൻസ് വേണം. അത് തന്നെയല്ല ഈ ICU ഓക്സിജൻ സംവിധാനങ്ങളുള്ള ആംബുലൻസ് വേണം. അത് നോക്കുമ്പം താമരശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈങ്ങാപ്പുഴയിൽ നിന്ന് വരുത്തിക്കേണ്ട ഒരു താമസം 1/2-3 മണിക്കൂർ കഴിഞ്ഞൊക്കെ ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസ് കയറ്റിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാഹിത വിഭാഗത്തിൽ കയറ്റി അവിടെ നോക്കിയപ്പോൾ തന്നെ അവർ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളൊരു സൂചനയാണ് തരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളാകെ വിഷമിച്ചിരിക്കുന്ന ഈ കുട്ടീൻ്റെ ഉപ്പ ഞങ്ങൾ പോയിട്ടുള്ള ഞാൻ അമ്മാവനാണ്. ഈ കുട്ടീൻ്റെ ഉപ്പ പോയിട്ടുണ്ട് കൂടെ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റിയും കഴിഞ്ഞ് ഇവർ വേഗം എന്താണെന്ന് ചെയ്ത് ഇവിടെ പൾസ് നോക്കിയപ്പോൾ കഴുത്തിൻ്റെ അവിടം വരെ എനിക്ക് ചെറിയ മകന് പൾസ് വരുന്നുണ്ട്. കഴുത്തിൻ്റെ മേപ്പോട്ട് തീരെ പൾസ് പോണില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 5 ആദിയുള്ള പരിക്ക് ഇവൻ്റെ തലക്ക് ഇവർ ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലത്തെ ചെവിൻ്റെ ഈ കുറ്റിൻ്റെ ഭാഗം എല്ല് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ എല്ല് പൊട്ടിയത് അടീൻ്റെ ശക്തി കൊണ്ടാണ് ഈ എല്ല് പൊട്ടിപ്പോയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തലച്ചോറ് മുഴുവനും വിളകിപ്പോയിക്കുന്നതിനാണ് ഡോക്ടർ ഇവനെ നോക്കുന്ന രാംലാൽ എന്ന് പറഞ്ഞ അടുത്തൊരു പ്രൊഫസറുണ്ട് ICUയിൽ 13ാം ICUയിലെ മെയിൻ ഡോക്ടർ. ആ ഡോക്ടർ പറഞ്ഞത് എന്നുവെച്ചാൽ ഈ ഞെട്ടിക്കുന്ന സംഭവം വെച്ചാൽ ഈ പയ്യൻ ആരാണ് ഈ ജാതിയിലുള്ള ക്രൂരത ചെയ്തവനാണ് ഡോക്ടർ ചോദിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഭയങ്കര ദയനീയമായ ഒരവസ്ഥയിലാണ് ആ പയ്യനെ ഇവരെ ആക്രമിച്ചത്. ആ ആക്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കുണ്ടൻ ഈ കോലത്തിൽ വന്നത്. ആ കുണ്ടപ്പൻ മണ്ണിൻ്റെ ചോട്ടിലായി ഇന്നിപ്പോൾ മറവ് ചെയ്തപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ആ കുട്ടീനെ മനഃപൂർവ്വം എന്തോ ഇവരെ കൽപ്പിച്ച് കൂട്ടി തന്നെ കുട്ടീനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. ആ വധിക്കാനുള്ള ശ്രമം നേരത്തെ ആസൂത്രണം ചെയ്തതാണ്. ചെയ്യേണ്ട മുഴുവനും ചെയ്ത് തിരിച്ചിട്ട് അവനെ വണ്ടിമ കയറ്റി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടില്ലേ. ഈ കുട്ടീൻ്റെ വീട്ടിലല്ല, ആ വീടിൻ്റെ മുൻപിലുള്ള വേറൊരു വീട്ടിലെ ഗേറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ കിടക്കുന്നത് കണ്ടതാണ് ആ വീട്ടുകാരന്. അന്നപ്പാണ് സംഭവം അതറിയുന്നത്. അപ്പോൾ ഈ കുട്ടീനെ കൊല്ലാൻ തന്നെ വല്ല സൂത്രപ്പണി എന്തോ ചെയ്തതാ. ഇത് മുൻകൂട്ടി ഒരു ഗൂഢാലോചന തന്നെ ഇതിന്റെ വഴിയിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായും സൈനുദ്ദീൻ, ഒരുപക്ഷെ താങ്കൾ ഈ മരണാനന്തര ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നിരിക്കാം. അതുകൊണ്ട് തീർച്ചയായും മറ്റു കാര്യങ്ങളോ വാർത്തകളോ ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല എന്ന് മനസ്സിലാക്കാം. എങ്കിലും നീതി കിട്ടണം, ആ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് നിങ്ങളും പോലീസാണ്. അത് നിങ്ങളുടെ 2 ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ തീരെ ഉണ്ടാകാൻ പാടില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക്, ഈ കുട്ടീൻ്റെ വീട്ടുകാർക്ക്, ഈ കുട്ടീൻ്റെ ഉമ്മക്കും ആ കുടുംബത്തിന് നീതി കിട്ടൂല. പോലീസിന് അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും
പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ പോലീസും നിങ്ങളും വേണ്ടിയ രൂപത്തിൽ പ്രവർത്തിച്ച് ആ കുട്ടീൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടാകും. അതുകൊണ്ടാണ് എനിക്ക് സംശയമായി താങ്കളിലേക്ക് വീണ്ടും വരേണ്ടി വരുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നില്ല, ഈ കുട്ടികളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് സന്ദേശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൃത്യമായി ഷഹബാസിനെ അവർ ലക്ഷ്യം വെച്ചിരുന്നു. കൊല്ലും എന്ന് തീരുമാനിച്ചാൽ കൊന്നിരിക്കുമെന്ന തരത്തിലടക്കം പരാമർശിക്കുന്ന ശബ്ദമാണ്. അത് മലയാളികൾക്ക് കേൾത്തിരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പലരും ആശങ്കപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തെങ്കിലും ഒരു സൂചന, അതായത് ഇങ്ങനെ ഇത്രമേൽ ക്രൂരമായി ആക്രമിക്കാൻ, കൊല്ലുന്ന തരത്തിലേക്ക് എത്തുവാനുണ്ടായ ഒരു സാഹചര്യം, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ചെറിയ വിഷയമാണ് അതിങ്ങനെ ഒരു വലിയ വിഷയമായി മാറിയത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രാഥമികമായ വിവരമെങ്കിലും താങ്കളടക്കമുള്ളവർക്ക് ലഭിക്കുന്നുണ്ടോ? ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം, കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഷഹബാസിൻ്റെ അമ്മാവൻ കൂടിയായ സൈനുദ്ദീൻ പറയുന്നത്. ശ്രീ സൈനുദ്ദീൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചർച്ചകളിലൊന്നും പങ്കെടുത്തിട്ടില്ല, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൂടി നേരിടുന്നുണ്ട്. സൈനുദ്ദീൻ, താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് കരുതിക്കൂട്ടി തന്നെയാണ് ഇത് ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ശബ്ദ സന്ദേശങ്ങൾ, അതിൽ ഈ കുട്ടികൾ സംസാരിക്കുന്നത് തന്നെ ഷഹബാസിനെ കൊല്ലണം എന്ന തരത്തിലാണ്. അത്രമേൽ ക്രൂരത എന്തിന് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ ഇത്രമേൽ ക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പോ ഒക്കെ ഈ കുട്ടികളുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ പകയോ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നു? യെസ്, അദ്ദേഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. റേഞ്ച് പ്രശ്നമടക്കം നമ്മൾ നേരിടുന്നുണ്ട്. ഷഹബാസിൻ്റെ അമ്മാവൻ ആണ് സംസാരിച്ചത്. നമ്മൾ മറ്റ് അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ശ്രീ ശ്യാം പ്രസാദ് ചേരുന്നുണ്ട്. ശ്രീ ശ്യാം, 2025 പിറന്നതിന് ശേഷം തുടർച്ചയായി ദൃശ്യമാധ്യമങ്ങളാകട്ടെ, ശ്രവ്യമാധ്യമങ്ങളാകട്ടെ, അച്ചടി മാധ്യമങ്ങളാകട്ടെ, എല്ലാ ദിവസവും എന്ന മട്ടിൽ നമ്മുടെ കുട്ടികളിലെ അക്രമവാസനകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, കുട്ടികൾ തമ്മിലടിക്കുന്നതിൻ്റെ വാർത്തകൾ, കലോത്സവത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന വാർത്തകൾ, റാഗിങ്ങിൻ്റെ പേരിൽ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന വാർത്തകളാണ് ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണകൂടവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട, എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊരു പ്രതിവിധി കണ്ടെത്തേണ്ട സമയം അതിക്രമിക്കുകയാണ്. സമഗ്രമായ പഠനമെല്ലാം നടത്തേണ്ട ഒരു അനിവാര്യമായൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ടല്ലാതെ സമഗ്രമായി എന്തുകൊണ്ട് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വയലൻസിലേക്ക് അവർ നയിക്കപ്പെടുന്നു, എന്തുകൊണ്ടൊരു ആക്രമണ സ്വഭാവം ഇവരിൽ വർദ്ധിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സമഗ്രമായ പഠനവും പരിശോധനയും എല്ലാം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ അതിന് സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാം, സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വയലൻസാണ്. ചെറിയ കുട്ടികളെ കൂടെ കൂട്ടി സിനിമാ തിയേറ്ററിൽ പോയി ആ സിനിമ പോലും കാണാൻ കഴിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള വയലൻസാണ്. അത്തരം വയലൻസുകളെല്ലാം വലിയ ധീരതയോടുകൂടി അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുന്ന സിനിമകളായി ഇപ്പോൾ നമ്മുടെ സിനിമകളെല്ലാം മാറുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഷിഖ് അബുവിൻ്റേതായ ഒരു പ്രസ്താവന കണ്ടത്, ഇത്തരം വയലൻസുകളെല്ലാം സിനിമകളിൽ ചിത്രീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ ഉത്തരവാദിത്തം അത്തരം സിനിമകൾ എടുക്കുന്നവർ കൂടിയുണ്ട് എന്ന നിലയിലുള്ള പ്രസ്താവനയെല്ലാം വന്നതായി കാണുന്നു, സോഷ്യൽ മീഡിയയിൽ കാണുന്നു. തീർച്ചയായും ഇത്തരം കാര്യങ്ങളെല്ലാം പുതിയ തലമുറയെ, വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലയിടങ്ങളിലെങ്കിലും തല്ലുമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തോതിലല്ല, തല്ലുമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം സമഗ്രമായ ഇടപെടലുകൾ വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പാണെങ്കിലും കൈക്കൊള്ളുന്നു എന്നതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. നല്ല ഇടപെടലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ ആ വിഷയത്തിൽ ഉൾപ്പെടെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സംയുക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 2835 കേസുകൾ ഇതിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അതിൽ 2500-ലധികം വരുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 154 കിലോ കഞ്ചാവ് പിടികൂടപ്പെടുന്നു, 1.5 കിലോ MDMA പിടികൂടുന്നു. ഇതെല്ലാം കേരളത്തിൽ ഓരോ ദിവസവും ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വാർത്തകൾ എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം കേരളത്തിലെ പോലീസും സർക്കാർ സംവിധാനവും ഫലപ്രദമായി ഇടപെടുന്നു എന്നതുകൊണ്ടാണ് പിടിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, മറ്റിടങ്ങളിലാണെങ്കിൽ ഇപ്പോൾ പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ലഹരിയെ സംബന്ധിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അവിടെയൊന്നും ഇത്തരം ലഹരി വസ്തുക്കൾ വലിയ തോതിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ ശക്തമായ നിയമ നടപടികളോ വരുന്നില്ല. പക്ഷേ കേരളത്തിലാണെങ്കിൽ ശക്തമായ നിയമ നടപടികളും പരിശോധനകളും വരുന്നു. ഓരോ സമയത്തും വളരെ കൃത്യമായി ഇതെല്ലാം പിടിക്കപ്പെട്ട് അതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും പോലീസിൻ്റെയും സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗമായി ഉണ്ടാകേണ്ടത്. ശ്യാമ, ഇപ്പോൾ നമ്മൾ ഈ വാർത്ത നൽകുന്നത്, ഇന്നലെ താങ്കൾ ഈ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ന്യൂസ് 18 ചർച്ച ചെയ്ത് തന്നെ സിനിമ സ്വാധീനിക്കുന്നുണ്ടോ കുട്ടികളെ എന്നതാണ്. പല വിഷയങ്ങളുണ്ടാകാം. അതിൽ ഒരു വിഷയം എന്നത് ലഹരിയാണ്. ഇന്നലെ കാസർഗോഡ് ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടിക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ കഞ്ചാവ് പാർട്ടിയാണ് കുട്ടികൾ നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വളരെ ഈസിയായി കഞ്ചാവ് ലഭിക്കുന്നു, അതിൻ്റെ ഉപയോഗം അടക്കം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതൊക്കെ സുലഭമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത എന്നത് കൊച്ചിയിൽ നിന്നുള്ളതാണ്. ഡയറി മിൽക്കിലും കിൻഡർ ജോയിലും അടക്കം ലഹരി വസ്തു നൽകിക്കൊണ്ട് 10ാം ക്ലാസ്സുകാരൻ ഒരു പെൺകുട്ടിയെ, കൂട്ടുകാരിയെ പീഡിപ്പിക്കുകയാണ്. ആ 10ാം ക്ലാസ്സുകാരൻ അത് ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലഹരിയുടെ ലഭ്യത അത്രമേൽ വർദ്ധിക്കുന്നു എന്നത് വലിയ വിപത്തായി കാണേണ്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും ലഹരിയുടെ വ്യാപനത്തെ തടയാൻ സാധിക്കുക ഗവൺമെൻറ് സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, പൊതുസമൂഹം, മാധ്യമങ്ങൾ, ഇവർക്കെല്ലാം വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഗവൺമെൻറ് സംവിധാനത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അധ്യാപകരെ കൊണ്ടോ രക്ഷിതാക്കളെ കൊണ്ടോ മാത്രം സാധിക്കുന്ന ഒന്നല്ല ലഹരിയെ തടയലും അതോടൊപ്പം തന്നെ അതിൻ്റെ വ്യാപനവും. പൊതുപ്രവർത്തകർക്ക് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ നാടിനകത്ത് രാജ്യത്തെമ്പാടും വലിയ തോതിൽ, രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും ഈ ലഹരി മാഫിയയുടെ കണ്ണികൾ വ്യാപകമായിട്ടുണ്ട്. ആ ലഹരി മാഫിയയുടെ കണ്ണികളെ മുറിച്ചു കളയുന്നതിനും പുതിയ തലമുറ അതിലേക്ക് അല്ലെങ്കിൽ പുതിയ കണ്ണികൾ അതിലേക്ക് ചേർക്കപ്പെടാതിരിക്കാനും സാധിക്കുക എന്നതാണ് ഒന്നാം ഘട്ടത്തിൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം. പിന്നെ തീർച്ചയായും അതിൻ്റെ സോഴ്സുകൾ, ഉറവിടങ്ങൾ കണ്ടെത്തുക, അതിനെ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, കേരള പോലീസ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു രാസലഹരിയുടെ നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടുന്നതിലേക്ക്, പിടികൂടുന്നതിലേക്ക്, കണ്ടെത്തുന്നതിലേക്ക് കേരള പോലീസാണ് എത്തിച്ചേർന്നത്. അത് കേരളത്തിലായിരുന്നില്ല. ലഹരി എവിടെ നിന്ന് വന്നു എന്ന അന്വേഷണത്തിനൊടുവിൽ ഹൈദരാബാദിൽ ചെന്നാണ് കേരള പോലീസ് രാസലഹരി നിർമ്മാണ കേന്ദ്രം നമ്മുടെ രാജ്യത്താദ്യമായി കണ്ടെത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടിവേരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്, ആ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും പൊതുസമൂഹവും വളരെ കൃത്യമായി ജാഗ്രതയോടുകൂടി. അതാണല്ലോ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ
അത് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത് ഇപ്പോൾ താങ്കൾ പഞ്ചാബിനെ ഒരു ഉദാഹരണമായി പറഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത എന്നത് മറ്റൊരു സംസ്ഥാനത്ത് ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ട് 2 പേർ ആ നാട് വിട്ടു പോകേണ്ടി വരുന്നു. അവർക്ക് കേരളം അഭയം നൽകുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പറയുന്നു ഇത് കേരളമാണ് സാർ എന്ന്. അതാണല്ലോ ഈ വിഷയത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നത്. ചില വിഷയങ്ങളിൽ മാത്രം കേരളത്തെ ഉയർത്തിക്കാണിക്കുകയും അഭിമാനകരം എന്ന് പറയുകയും ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കേരളത്തിലേക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അപ്പുറത്ത് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിലാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി ക്രിമിനലുകളെ തടയുന്നതിലും നമ്മൾ മാതൃകയാകേണ്ടതുണ്ട്. അവിടെ നമ്മുടെ സംഘടനകൾക്ക്, യുവജന സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ ഇപ്പോൾ മൗനം തുടരേണ്ട ഒരു ഗതികേടുണ്ടോ ശ്രീശ? വിദ്യാർത്ഥി സംഘടനകൾ ഒരു വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ട ഒരു സമയമാണ്. നല്ല ക്യാമ്പയിനുകൾക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല ശക്തമായ ഇടപെടൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. സ്കൂളുകളിൽ വിശേഷിച്ചും, മുമ്പ് കോളേജുകളിലാണ് ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് സ്കൂളുകളിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും അവരുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. യുവജന സംഘടനകൾ, പൊതുസമൂഹം ഒന്നാകെ ഈ ലഹരിയുടെ വിപത്തിനെതിരെ ശക്തമായി രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പിന്നെ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് പലതും പിടിക്കപ്പെടുന്നുണ്ട്. പിടിക്കപ്പെടാതെ പോകുന്ന ലഹരിയും അതിൻ്റെ കണക്കുകളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ്. ധാരാളം വരുന്നുണ്ടായിരിക്കും, അതിൽ പിടിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പിടിക്കപ്പെടുന്നതിനെ സംബന്ധിക്കുന്ന കണക്കുകളെല്ലാം ലഭ്യമാണ്. അത് പിടിക്കപ്പെടുന്നതും അതിൻ്റെ പുറകിൽ ഗവൺമെൻറ് സംവിധാനവും അന്വേഷണ സംവിധാനവും ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പൊതുസമൂഹവും വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഒറ്റക്കെട്ടായി, ഇതിനകത്ത് രാഷ്ട്രീയമല്ല, ഇതിനകത്ത് മതസംഘടനകളും മതസാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥി യുവജന സംഘടനകളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ആകെ ഒറ്റക്കെട്ടായി ഈ ലഹരി എന്ന വിപത്തിനെതിരെ രാജ്യത്തെമ്പാടും അണിനിരക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായും കേരളത്തിൽ അതിലൊരു നല്ല മാതൃക നമുക്ക് തീർക്കാൻ വേണ്ടി കഴിയും. അതാണ് കേരളത്തിന് ഈ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശ്രീ മുഹമ്മദ് ഷമ്മാസ് കൂടി ചർച്ചയുടെ ഭാഗമാവുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇതിപ്പോൾ ഈ ക്യാമ്പസുകളിലാകട്ടെ വിദ്യാലയങ്ങളിലാകട്ടെ ഈ അക്രമ സംഭവങ്ങൾ എന്നതൊന്നും അങ്ങനെ പുതുമയുള്ള ഒന്നല്ല. പക്ഷേ അതിൻ്റെ രീതികൾ മാറുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ കൊല്ലുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കൊല്ലാൻ ഉറപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ചർച്ച ചെയ്ത് സംഘം ചേർന്നുകൊണ്ട് വിളിച്ചു വരുത്തി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു പല വിഷയങ്ങൾ പരിശോധിച്ചാലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകട്ടെ, റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരതയാകട്ടെ, അതൊക്കെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തരത്തിലല്ല പോകുന്നത്. അതിനെയൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുന്ന കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സാഹചര്യം അതല്ല. തുടർച്ചയായി വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ, അവിടെയൊക്കെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥി സംഘടനകൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണോ ഇപ്പോഴുള്ളത് ശ്രീ ഷമാസ്? വളരെ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു പൊതു സാഹചര്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടലോടുകൂടെ നോക്കിക്കാണുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. കേരളത്തിലെ പൊതുവായൊരു സാഹചര്യത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഓരോ സമയത്തും നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, യഥാർത്ഥത്തിൽ ആരെ നമുക്ക് ഇതിൻ്റെ പേരിൽ പഴിചാരാൻ വേണ്ടി കഴിയുമെന്നതിനൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെ ഫലപ്രദമായി ഇതിനകത്തൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് മറ്റെല്ലാ താല്പര്യങ്ങളും അപ്പുറത്തേക്ക് പൊതുവായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു രീതിയിലേക്ക്, ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ നമ്മുടെ കേരളത്തിലെ പൊതുവായ ഒരു സാഹചര്യത്തിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവർക്ക് അന്നത്തെ വരുമാനത്തിൽ നിന്നുള്ള നീക്കിയിരിപ്പിൽ തങ്ങളുടെ മക്കൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും വരുത്താതെ ഉന്നതമായ രീതിയിൽ അവരുടെ പഠനം നടത്തി മികച്ച ജീവിത നിലവാരത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച് എന്ത് കഷ്ടപ്പാടും പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ വളരെ ഭംഗിയായി തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഒരു കഷ്ടപ്പാടും ഈ തലമുറയ്ക്ക് അനുഭവിക്കാത്ത, തങ്ങൾ അനുഭവിച്ച ഒരു പ്രയാസവും ഈ
നാട്ടിലെ സമൂഹത്തിലെ തലമുറ അനുവദിപ്പിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോട് മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത്, ഇത്തരം അക്രമങ്ങളെയും ഈ അക്രമവാസനയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഇതിനെയൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. വളരെ പ്രയാസത്തോടുകൂടി തന്നെ അതിനെ അതിജീവിക്കേണ്ടി വരുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് മറ്റെല്ലാ രാഷ്ട്രീയവും മറ്റ് താല്പര്യങ്ങളും എല്ലാത്തിനും അപ്പുറത്തേക്ക് തന്നെ നമുക്ക് അതിനുള്ള പോരാട്ടത്തിന് തീർച്ചയായും ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഇതിപ്പോൾ ലഹരിയുടെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ 2025 ശേഷം ഇന്നുവരെയുള്ള ദിവസങ്ങൾ എടുത്താൽ ഓരോ ദിവസവും ഇത്തരം ക്രൂരകൃത്യങ്ങൾ വാർത്തകളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിൽ മാറ്റം വരുത്തേണ്ടത് എവിടെയാണോ ആ മാറ്റത്തിലേക്ക് നമ്മൾ പോകേണ്ട സമയമാണ്. ചർച്ചകൾക്കപ്പുറത്ത് ആ മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടത്, പഠന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത് എങ്കിൽ അങ്ങനെ മാറണം. കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് പോലെയുള്ളത് നൽകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭരണ സംവിധാനം തയ്യാറാകണം. രാസലഹരി ഉൾപ്പെടെ വ്യാപകമാണ് എങ്കിൽ അതിന് തടയിടണം. കുട്ടികളുടെ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതിനാണല്ലോ സെൻസറിംഗ് സംവിധാനമുള്ളത്. അങ്ങനെയെങ്കിൽ അതിനെ കൂടുതൽ ശക്തമാക്കണം. ഇതിൽ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചുവെങ്കിൽ അത് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ചർച്ചകൾക്കപ്പുറം പ്രവർത്തനത്തിലേക്ക് വരാൻ, പ്രാക്ടിക്കലായി ചിന്തിക്കാൻ, പ്രാക്ടിക്കലായി ഇടപെടാൻ ഇപ്പോൾ KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോലും തയ്യാറാകുന്നില്ലല്ലോ. അല്ല, ഒരിക്കലും അഭിലാഷ്, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോരോ വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അവിടെ ഫലപ്രദമായി ഏത് മേഖലയിലാണോ KSU ഉൾപ്പെടെ അതിനകത്ത് കൃത്യമായ പ്രാതിനിധ്യം വഹിച്ച് മുന്നോട്ട് പോകേണ്ടത്, ക്യാമ്പസുകളിലാണ് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, നിരന്തരമായി ലഹരിക്കെതിരെയുള്ള വിവിധ തലത്തിലുള്ള പ്രചരണ പരിപാടികൾ, വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിന്നും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന തന്നെയാണ് KSU. നമ്മൾ ഓരോ വിഷയം ഇതെടുത്ത് ചർച്ച ചെയ്യുമ്പോഴും കൃത്യമായി ഒരു തരത്തിലും അത്തരം ഒരു വാസനയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഇന്നുവരെ ഈ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ പറയപ്പെട്ട രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നാളിതുവരെ നടത്തി മുന്നോട്ട് പോകുന്നു. ഇനി അങ്ങോട്ടും നിരുപാധികം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതൊന്ന്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ച 1-2 വിഷയങ്ങളൂടെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം എങ്ങനെ ഇത് വർദ്ധിക്കുന്നു എന്നുള്ളത്, ഈ കൃത്യമായി ഇതിനാവശ്യമായ രാസലഹരി ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം ഇത്ര സുലഭമായി ലഭിക്കുന്നത് എങ്ങനെ, ഒരു തരത്തിലും സർക്കാർ സംവിധാനങ്ങൾക്ക് അത് തടയിടാൻ കഴിയാത്തത് എന്തുകൊണ്ട്, ഇത്രയധികം NDPS ഉൾപ്പെടെയുള്ള കേസുകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാവുന്നത് എങ്ങനെ, ഏത് രീതിയിലാണ് ഇതിന്റെ വിപത്ത് പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്നതെന്ന് സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് പോലും വ്യക്തതയില്ല, ഒരു തരത്തിലുള്ള കണക്കുമില്ല. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എത്രയധികം വിദ്യാർത്ഥികൾ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഏത് രീതിയിൽ നടപടികൾ സ്വീകരിച്ചെന്നത് പോലും എന്നത് സംബന്ധിച്ച് പോലും ഒരു തരത്തിലുള്ള കണക്കും സർക്കാരിന്റെ കയ്യിലില്ല എന്നുള്ളത് ഒരു വശത്ത്. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ലഹരി മാത്രമല്ല പ്രശ്നം. ഇവിടെ ഏറ്റവും അടിസ്ഥാനം, ഇപ്പൊ ലഹരി ഉപയോഗിച്ചിട്ടല്ലോ മാതാപിതാക്കളെ തലക്കടിച്ച് കൊല്ലുന്നതും മറ്റീ പറഞ്ഞതുപോലെ സ്വന്തം സഹോദരങ്ങളെയും മറ്റാളുകൾ കുടുംബാംഗങ്ങളെയൊക്കെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുന്നത്. അത് ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമോ? പലതരത്തിൽ വിദ്യാർത്ഥികളെ, യുവതലമുറയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അത് ഫലപ്രദമായി തിരിച്ചറിഞ്ഞ് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. അത് സിനിമയുണ്ടെങ്കിൽ സിനിമ തിരുത്തണമെന്നേ. ഏതെങ്കിലും തരത്തിൽ സിനിമയുടെ നായകന്മാരെ കൊണ്ട് അല്ലെങ്കിൽ നടന്മാരുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ സിനിമ എന്ന സംരംഭത്തെ ചൂണ്ടിക്കാട്ടി, ആ മേഖലയെ ചൂണ്ടിക്കാട്ടി ഈ വിപത്തിനെ നമുക്ക് കണ്ടിൽ നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. സമസ്ത മേഖലയിലും പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് പരിഹാരമാണ് വേണ്ടത്. കേവലം പരസ്പരമുള്ള ആരോപണങ്ങൾക്കും പ്രത്യേക ഇന്നതാണ് കാരണമെന്നതിനപ്പുറത്തേക്ക്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഇടപെടൽ നടത്തി ഈ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിനുണ്ട്. പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ പരമ്പരാഗത രീതിയാണ്. അവിടെയൊക്കെ ഈ ഭവിഷ്യത്തുകളെ കുറിച്ച്, ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച്, അതിന്റെ പിന്നാമ്പുറത്തെക്കുറിച്ച്, അതിന്റെ ശിക്ഷയെക്കുറിച്ച് എല്ലാം തന്നെ കൃത്യമായി പ്രതിഫലിക്കുന്ന രീതിയിലേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വരേണ്ടതുണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ആൻസൺ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ആൻസൺ, താങ്കൾ ഈ താങ്കളുടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട്, താങ്കൾ പ്രവർത്തിക്കുന്ന സംഘടന അത് വിദ്യാർത്ഥികൾക്കിടയിലെ അടക്കമുള്ള ചില സർവേകളും ഒക്കെ നടത്തുന്ന സംഘടനയാണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അത് പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനമാണ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതും അതിന് തടയിടേണ്ടിടത്ത് തടയിടുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. കൃത്യമായി കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന സംബന്ധിച്ച്, ലഹരി ഉപയോഗം സംബന്ധിച്ച്, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അനാരോഗ്യകരമായ സൗഹൃദത്തെ സംബന്ധിച്ച്, സൗഹൃദത്തിൻ്റെ പേരിലുള്ള ചൂഷണത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ പഠനങ്ങൾ നടക്കുന്നുണ്ടോ? ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുത്തലുകൾക്ക് നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറായിട്ടുണ്ടോ?
തിരുത്തലുകൾക്ക് നമ്മുടെ ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ സംവിധാനങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുകയാണ്. സമൂഹം എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആളുകളും ഒരുപാട് തരത്തിലുള്ള സംഘടനകളും മതങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനെ ചെയ്യുന്നതിനൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നതിന് പലപ്പോഴും ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. വളരെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് ഉള്ളത് എന്നാണ് കേരളത്തിൽ. അത് ഏത് മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായാലും വളരെ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ ഗവൺമെന്റ് മാത്രം ചെയ്യണം അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിലൂടെ മാത്രം ഇതെല്ലാം നടക്കണമെന്ന വാശിയോടുകൂടി നമ്മൾ എന്തിനെ സമീപിച്ചു കഴിഞ്ഞാലും അതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്നത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. രണ്ടാമതായിട്ട്, ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ ഈ പഠനങ്ങൾ നടത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തുടർ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയാൽ പോലും അതിനെ പല തരത്തിൽ റെസിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 1990കളുടെ അവസാനം കേരളത്തിൽ ലൈംഗികതാ വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്നൊരു ശ്രമം നടത്തിയപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചത് ഈ നാട്ടിലുള്ള മാതാപിതാക്കളാണ്. പിന്നീട് 2000ങ്ങളുടെ പകുതിയിലും ഇതേ ശ്രമം നടത്തിയപ്പോൾ വീണ്ടും അതിനെ തോൽപ്പിച്ചത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹമാണ്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കേവലം ഒരു ലഹരിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. പലപ്പോഴും ഇത് സിനിമകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിനിമയേക്കാൾ കൂടുതലായി കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എത്രത്തോളം അവരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് ഇത് എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സ്കൂളിൽ ചെലവഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പരമാവധി ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ആയിരിക്കും. ഇതിനപ്പുറത്തുള്ള സമയത്ത് എത്രത്തോളം നമ്മൾ ഈ പറയുന്ന ഒരു സംവിധാനത്തിന് ഇതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങൾ നടത്തിയിട്ടുള്ള കുറച്ച് ക്യാമ്പയിനുകളുണ്ട്. ചെങ്ങാതി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ തീരദേശ പ്രദേശത്തുള്ള ഏർലി അഡോളസെന്റ് ഏജിലുള്ള കൗമാരത്തിന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള ചില ഇന്റർവെൻഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏകദേശം ഒരു 38% കുട്ടികൾ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. 36% കുട്ടികൾ ഉത്കണ്ഠ, അതിന്റെ ഒരു മോഡറേറ്റ് മുതൽ സിവിയർ ലെവൽ വരെയുള്ള ഉത്കണ്ഠ കാണിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി മുന്നോട്ട് വരുമ്പോൾ അവിടെയുള്ള ഒരു വലിയൊരു പരിമിതി എന്ന് പറയും, ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം സർക്കാരിന്റെ കീഴിൽ വരുന്ന സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത് 1000-ഓളം ഉണ്ട്. അതിനപ്പുറത്തേക്കുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള സ്കൂളുകൾ ഏകദേശം 600-ഓളം ഉണ്ട്. ഈ 1600-ഓളം സ്കൂളുകൾ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 1000 സ്കൂളുകൾ എടുക്കുമ്പോൾ 100-ൽ താഴെ സ്കൂളുകളിൽ മാത്രമാണ് നമുക്ക് സ്കൂൾ കൗൺസിലേഴ്സ് ഉള്ളത്. ഈ 1000 സ്കൂളിലും സ്കൂൾ കൗൺസിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത പലപ്പോഴും ഗവൺമെന്റുകൾക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ എല്ലാം നമ്മൾക്ക് വേണ്ടുന്നത് ഈ പൊതുസമൂഹത്തിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് റിസോഴ്സുകളെ മൊബിലൈസ് ചെയ്യാമെന്നും ഇത്തരത്തിൽ മൊബിലൈസ് ചെയ്യുന്ന റിസോഴ്സുകളെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മൾ ഈ പറയുന്ന പൊതുവിൽ നമ്മൾ വെളിയിൽ കാണുന്ന ലോകത്തിന് അപ്പുറത്തേക്ക് കുട്ടികൾക്ക് എന്ത് കാര്യവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ ലൈംഗികതയിൽ തുടങ്ങി ലഹരിമരുന്ന് വരെയുള്ള ഏതൊരു കാര്യവും കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മറയുമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളുടെയും തടയില്ലാതെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. ശരി, ഡോക്ടർ എൽസി ഉമ്മൻ കൂടി ചേരുന്നുണ്ട്. അതാണ് ഡോക്ടർ എൽസി ഉമ്മൻ, അതായത് ഇന്ന് ഈ വാർത്ത ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷഹബാസ് മരണപ്പെട്ടു എന്നുള്ളതാണ്. എങ്കിൽ സമാനമായ തരത്തിൽ ഒരു ITIയിൽ മറ്റൊരു വിദ്യാർത്ഥി അതിക്രൂരമായ ആക്രമണത്തിന് വിധേയനാകുന്നു. മറ്റൊരു പെൺകുട്ടി, അത് കൗൺസിലിങ്ങിൽ ആണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്, 10ാം ക്ലാസ്സുകാരൻ ആണ്, അത് ചോക്ലേറ്റിൽ ലഹരി നൽകി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പരിചയം എന്നതാണ്. ഈ സർക്കാർ മോണിറ്ററിംഗ് സംവിധാനങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ഒരു പക്ഷേ സ്കൂളുകളിൽ അടക്കം കൂടുതൽ ആരോഗ്യകരമായി കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് നേരത്തെ ആൻസൺ സൂചിപ്പിച്ചതുപോലെ അതൊരു നിശ്ചിത സമയം മാത്രമാണ്. അതിനപ്പുറത്ത് വീടുകളിൽ ആണ് സമയം ചെലവഴിക്കുന്നത്. വീടുകളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ഇന്നത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അവരുടേതായ ജീവിത തിരക്കുകൾ ഉണ്ടാകും. അവിടെ കൃത്യമായ ഒരു മോണിറ്ററിങ്ങിനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലും അടക്കം ഒരു സെൻസറിങ്ങും ഇല്ലാത്ത ഇടത്തേക്ക് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. അതിൽ എങ്ങനെയാണ് ഈ കുട്ടികളെ തിരുത്താൻ സാധിക്കുക? എങ്ങനെയാണ് അവരെ നേർവഴിയിൽ നടത്താൻ സാധിക്കുക?
നോക്കൂ, ഇപ്പോ ഈ കുറെ നമ്മൾ എൻലിസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ജനുവരി 1 മുതൽ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ യുവാക്കളുടെ അല്ലെങ്കിൽ ഒരു 25 വയസ്സിന് താഴെയുള്ളവരുടെ ഒരു അക്രമവും കൊലപാതകവുമാണ് നമ്മൾ എല്ലാ ദിവസവും തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 20-30 വർഷമായിട്ട് പേരന്റിങ്ങിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊരു നിസ്സാര കാര്യം മാത്രം ചോദിക്കാം. അഭിലാഷിന് തോന്നുന്നുണ്ടോ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഇന്നൊരു കൊല നടന്ന സമയത്ത് മാത്രം അവർ മോശം ഒരു പ്രകൃതം അല്ലെങ്കിൽ മോശം ഒരു സ്വഭാവം കാണിച്ചു വന്നു? ഒരിക്കലുമല്ല. ഇവരെല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ ചെറിയ കുഞ്ഞുനാൾ മുതൽ തന്നെ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കൗമാരപ്രായം എത്തിയപ്പോൾ മുതൽ ചില പെരുമാറ്റ വൈകല്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ എന്തുകൊണ്ട് അന്നത് പിക്ക് ചെയ്തില്ല? ഇതാരാണ് പിക്ക് ചെയ്യേണ്ടത്? പരമപ്രധാനമായിട്ട് പേരൻസിന്റെ ഒരു റോള് വളരെയധികം ഉണ്ട്. അവിടേക്കാണ് ഞാൻ വരുന്നത്. ഒരു 20-30 വർഷമായിട്ട്, ഒരു 20-25 കൂട്ടിക്കോ, വളരെയധികം പാരന്റിങ്ങിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അമിത ലാളന, അമിത കെയർ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഒരു വശത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം ചെലവാക്കാൻ പറ്റാതെ, കുട്ടികളുടെ വികാരങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാരന്റിങ് സംവിധാനമുണ്ട്. പക്ഷെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അവരുടെ വ്യക്തിത്വ വൈകല്യങ്ങൾ കൊണ്ടായിരിക്കാം, അവരുടെ ലഹരി ഉപയോഗം കൊണ്ടായിരിക്കാം, അവരുടെ ശിഥിലമായ കുടുംബാന്തരീക്ഷം കൊണ്ടായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കാറ്റഗറി കുട്ടികൾ. മറ്റു കാറ്റഗറി കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, അമിത ലാളനയും എന്ത് ചോദിച്ചാലും അപ്പോൾ കിട്ടി ശീലമുള്ള ഒരു കൂട്ടം കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിന് ഭയമാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വിളിച്ച് പറയാനായിട്ട് ഭയമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത്, കുട്ടിയെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു പാരന്റിങ് കൾച്ചർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ടീച്ചേഴ്സ് ചെയ്യുന്നത് ഞങ്ങളെപ്പോൾ ഉള്ളവരുടെ അടുത്തോട്ട് റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോഴും ചെയ്യേണ്ട സമയത്ത് ചികിത്സ കൊടുക്കേണ്ടതോ ഇന്റർവെൻഷൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്ന് ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ ഇത്തരം പെരുമാറ്റങ്ങളും ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളും പിന്നീട് ഒരു വ്യക്തിത്വ വൈകല്യമായി പരിണമിച്ച് അക്രമ സ്വഭാവത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും ഒക്കെയും പെടും. ഇപ്പൊ അഡ്വക്കേറ്റ് ആൻസൺ തന്നെ ചൂണ്ടിക്കാണിച്ചു 36% കുട്ടികൾക്ക് ഉത്കണ്ഠ ഉണ്ടെന്ന്. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ വിഷാദം ഉണ്ടായിരിക്കാം. ഈ ഉത്കണ്ഠയും വിഷാദമുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ ഉത്കണ്ഠ മറികടക്കാൻ അല്ലെങ്കിൽ വിഷാദം മറികടക്കാൻ ലഹരിയിലേക്ക് ആശ്രയിക്കും. കാരണം ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ താൽക്കാലികമാണെങ്കിലും അവരൊന്ന് സ്മാർട്ട് ആവും, അവരുടെ ഭയം ഒന്ന് മാറിക്കിട്ടും, അവരുടെ ഭീതി ഒന്ന് മാറിക്കിട്ടും, കോൺഫിഡൻസ് ഒന്ന് കൂടി കിട്ടും. താൽക്കാലികമാണെന്ന് അറിയാതെ അവർ ആ കെണിയിൽ പോയി പെടുന്നു. അപ്പോൾ ഇത് അഡ്രസ് ചെയ്യേണ്ട സമയത്ത് അഡ്രസ് ചെയ്യുകയാണ് ഏറ്റവും പരമപ്രധാനം. ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ അത് എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ ചർച്ചകളുടെയൊക്കെ പരിണാമ ഫലമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പേരൻസിന്റെ അടുത്ത് വന്നു, കുട്ടികൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് സംശയം, ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നു, ഒരു 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ അനുഭവം വരരുത് എന്ന് പറഞ്ഞു വന്ന പേരൻസും ഉണ്ട്. അതിന്റെ അർത്ഥം ഇത്തരം ചർച്ചകളൊക്കെ വളരെ പ്രയോജനപ്രദവുമാണ്. അറ്റ്ലീസ്റ്റ് കുറച്ചുപേരുടെയെങ്കിലും ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്നതിന്, അവർക്കൊരു ബോധവൽക്കരണം നടത്തുന്നതിന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സാണ്. നമ്മൾ രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 വരെ കുട്ടികൾ സ്കൂളിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ടതാണ്, ഒരു ശബ്ദത്തിലൂടെ ടീച്ചർ എല്ലാ കുട്ടികളെയും തിരിച്ചറിയുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ബന്ധം കുട്ടികളുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 തൊട്ട് 5% വരെ കുഴപ്പക്കാരി പിള്ളേർ തന്നെയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. ഒരു 30-40 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിലൊരു 3-4 കുട്ടികൾ വികൃതികളും അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നമുള്ളവരും അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോബ്ലംസും ഒക്കെ ഉള്ളവരാണ്. ഈ 3 to 5% കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ടീച്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരു വർഷക്കാലം മുഴുവനും ഒരു ക്ലാസ് ടീച്ചറുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സിന്റെ കീഴിലാണ് അവർ വളരുന്നത്. അപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ളപ്പോൾ ടീച്ചേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പേരൻസ് ആ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കണം. മൂന്നാമത്തേന്ന് പറയുന്നത് ഗവൺമെന്റിന് റോളില്ല എന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, സിസ്റ്റത്തിന് റോളില്ല എന്ന് ആര് പറഞ്ഞു? റേറ്റഡ് മൂവി ആയിരുന്നു കഴിഞ്ഞ മാസം ഇറങ്ങിയത്. കാഴ്ചക്കാർ മുഴുവൻ കുട്ടികളും. എന്തുകൊണ്ട് ID പ്രൂഫ് ചോദിച്ചില്ല? അല്ലെ എന്തുകൊണ്ട് റെഗുലേറ്ററി സിസ്റ്റം അവിടെ സ്ട്രോങ് ആക്കിയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണിക്കുന്നു? അല്ല, അവിടെയാണല്ലോ ഇതിപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു തിയേറ്ററുകളിൽ അത്തരം ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ തിരുത്തിപ്പോലും കുട്ടികൾ സിനിമ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഇത് OTT പ്ലാറ്റ്ഫോമിലൊക്കെ എത്തുമ്പോൾ അത് ആർക്കും തടയാൻ പറ്റാതെ പോവുകയാണല്ലോ. അതെ, റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത തിയേറ്റേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. അത് ID പ്രൂഫ് UA റേറ്റിംഗ് 13+ ആണ്. അത് വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതി കാണിക്കും. എത്ര മാതാപിതാക്കൾക്ക് ബോധമുണ്ട് ഇത് ഞാൻ കണ്ടിട്ട് എന്റെ കുട്ടിക്ക് കാണാൻ കൊള്ളാവുന്നതാണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ആ കുട്ടിയെ കാണിക്കണം എന്നുള്ള അറിവ് എത്ര പേർക്കുണ്ട്? അത് വളരെ ചുരുക്കമല്ലേ? അത് തന്നെയല്ല താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആക്സസിബിൾ ആണ് കുട്ടികൾക്ക്. പിന്നെ ഇപ്പോൾ വീട്ടിലെ GPay ഹാൻഡിൽ ചെയ്യുന്നതും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതും കുട്ടികളാണ്.
അവർക്ക് ഇഷ്ടമുള്ള സാധനം പേരൻസിനോട് പോലും ചോദിക്കാതെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണ്, ഓർഡർ ചെയ്യുകയാണ്. ഇഷ്ടമുള്ളപ്പോൾ ആ സമയത്ത് അന്നേരം തന്നെ അവർക്ക് നേടി കിട്ടുന്ന ഒരു സംസ്കാരത്തിലേക്കാണ്, ആ ഒരു കൾച്ചറിലേക്കാണ് നമ്മുടെ സമൂഹം അധപതിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ അത്രയും ഒരു കംഫർട്ട് സോണിൽ വളർന്നിട്ട് നാളെ അവർ പുറത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് ആ കംഫർട്ട് സോൺ ബാക്കിയുള്ളവരുടെ കുട്ടികൾ നൽകണമെന്നില്ല. അവിടെ എതിർപ്പ് വരും, അവിടെ ഓപ്പോസിഷൻ വരും, അവിടെ വേറെ ഒരു അഭിപ്രായം വരും. അപ്പൊ ഇവർക്ക് ഈ കുട്ടികൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഈ വീട്ടിൽ കിട്ടുന്നത് മുഴുവൻ ചോദിച്ച് ശീലിച്ചവൻ പുറത്തു പോയി ആരോടെങ്കിലും മാല ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അത് പകയായിട്ട് വരും, അത് വിദ്വേഷമായിട്ട് വരും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡന്റിലും മദ്യം ഉപയോഗിച്ചതായിട്ട് നമുക്കറിയാം. അപ്പൊ മദ്യവും എന്ത് ലഹരിയാണെങ്കിലും എന്താണ് ചെയ്യുന്നത്? ശരി തെറ്റിനെ വിവേചിക്കാൻ അറിയാത്ത ഒരു അറിയാവുന്ന ഒരു കപ്പാസിറ്റി ഒരു മനുഷ്യനുള്ളത് അത് പാടെ മാറ്റിക്കളയുന്നു. അപ്പൊ ഇങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ഇത്തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലെ കൊണ്ട് എത്തിപ്പെടുന്നതും. ഈ തരത്തിൽ പാരന്റിംഗ് മുതൽ വീട്ടിൽ മുതൽ ഉള്ള സാഹചര്യങ്ങളെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും തീർച്ചയായും ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ സക്കറിയ ജോർജ് കൂടി റിട്ടയർഡ് SP ചേരുന്നുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഈ കൊലപാതകത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ശബ്ദ സന്ദേശങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത് ഞങ്ങൾക്കറിയാം, ഇതൊന്നും പൊതുജനത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല, അരോചകമാണ് എന്ന്, എന്തിനിത് കേൾപ്പിക്കുന്നു എന്ന് തിരികെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ സംഭാഷണം ഇതാണ് എന്ന് പൊതുസമൂഹം കേട്ടിരിക്കണമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ കുട്ടികൾ ചോദിക്കുന്നു, കുട്ടികൾ പറയുന്നു, നമ്മൾ കൂട്ടമായാണല്ലോ ആക്രമിക്കുന്നത്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതില്ല, ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവരുടെ പ്രായത്തെക്കുറിച്ച് പോലും അവർക്ക് ബോധ്യമുണ്ടാവുകയാണ്. അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിലെ ഇത് വരൂ, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന മട്ടിലുള്ള സംഭാഷണമാണ് ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോൾ ക്രിമിനലുകളെക്കാൾ ക്രിമിനൽ മൈൻഡുമായാണ് അവർ വളർന്നു വരുന്നത് എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ മാറിപ്പോകുന്നത്? എന്താണ് അതിനൊരു പോംവഴി? നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളെക്കുറിച്ച് പോലും അവർ ബോധവാന്മാരാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് പൊതുസമൂഹം അറിയട്ടെ. നമ്മുടെ ഭരണത്തിന്റെ മികവും മേന്മയും ഒക്കെ ആൾക്കാർ അറിയണം. കാരണം എല്ലാവരും കേരളപ്പിറവി മുതൽ 57 മുതൽ UDF LDF ഇങ്ങനെ ഭരണം മാറി മാറി വന്ന് ഭരിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികളെ ആക്കി. എന്തായാലും അഭിലാഷും ഡോക്ടർ LC ഉമ്മനും അതുപോലെ മിസ്റ്റർ ആൻസണും ഒന്നും ചേർന്നല്ലല്ലോ കുട്ടികളെ ഇങ്ങനെ ആക്കിയത്. ഇതിങ്ങനെ ആക്കിയത് ആരാണ്? പണ്ട് സ്കൂളുകളിൽ പൊളിറ്റിക്സ് വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതിയെ പോലും വളരെയധികം വിമർശിച്ചു. കാരണം ക്യാമ്പസ് വയലൻസ് കൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ഈ ക്യാമ്പസ് വയലൻസ് ഫോർബിഡ് ചെയ്താലും ക്യാമ്പസിന് പുറത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇന്നലെ ഈ അവരുടെ ഫെയർവെൽ ഇത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഇൻസിഡന്റിനെ പറ്റി ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറയുവാണ്. അത് ക്യാമ്പസിന്റെ പുറത്താണ്. ഈ ക്യാമ്പസിന്റെ പുറത്താണെങ്കിൽ പോലും ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിനടുത്ത് ചോദിച്ചാൽ ടീച്ചേഴ്സ് പറയും ഇതെല്ലാം നൊക്ടേണൽ ആക്ടിവിറ്റിയാണ്, ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് രാത്രിയിലാണ് പിള്ളേരെല്ലാം പെശ കാണിക്കുന്നതെന്ന് പറയും. പേരൻസിനോട് ചോദിച്ചാൽ പറയും പിള്ളേരുടെ ഏറ്റവും റോബസ്റ്റ് ആയിട്ടുള്ള ടൈം, ആക്റ്റീവായിട്ടുള്ള ടൈം സ്കൂളിലാണ്. അവർ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഗ്യാങ് ചെയ്യുമ്പോഴാണ് ഇത്ര മിസ്ചീവസ് ആയിട്ടുള്ളത് പറയുന്നത്. ഞങ്ങൾ നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറയും. അപ്പൊ ഇത് രണ്ടിനകത്തും കുറെ സത്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ട ഇഷ്യൂസും ഉണ്ട്. പിന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും കണ്ണുകളോടുകൂടിയാണ്, കാശുണ്ടാക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് മയക്കുമരുന്ന്, കഞ്ചാവ്, പാൻ പരാഗ് ഇങ്ങനെയുള്ള കോട്ട്പ ഐറ്റംസ് ഒക്കെ അവരാണ് കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. മിക്ക സ്കൂളിന്റെ അവിടെ ഈ കഞ്ചാവ് കച്ചവടക്കാർ ബൈക്കിലെ നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് പോലീസിന് ഇപ്പോൾ ഒരു ഡ്രോൺ ടീമുണ്ട്. ആ ഡ്രോൺ ടീം വെച്ച് ഡ്രോൺ നിരീക്ഷിക്കണം. നമ്മൾ കോവിഡ് കാലഘട്ടത്തില് സോഷ്യൽ കൺഫൈൻമെന്റ് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങിയ ആൾക്കാരെയൊക്കെ ഡ്രോൺ വെച്ച് നിരീക്ഷിച്ചു. ഇപ്പം ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തും ഡ്രഗിനെ പറ്റി പറഞ്ഞു, അവിടെയെല്ലാം ഡ്രോൺ ഉപയോഗിക്കണം. ആധുനിക ടെക്നോളജി ക്രൈംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുകയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മര്യാദ വരണം. ആര് ഇടപെട്ടാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടത്തില്ല എന്നുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം, രാജ്യസ്നേഹം അവർക്ക് വരണം. അത് വരുമോയെന്ന് എനിക്ക് സംശയമാണ്.
കാര്യം അവർക്ക് അവരുടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ, അവർക്ക് വോട്ടിനെ ക്യാൻവാസ് ചെയ്യുന്നവരെയും ഏത് മ്ലേച്ഛത്തരം ചെയ്യുന്നതെന്ന് രക്ഷിച്ചു വിടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം സമൂഹത്തിനെ കുറ്റം പറഞ്ഞിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടും പോലീസിനെ കുറ്റം പറഞ്ഞിട്ടും പേരൻസിനെ കുറ്റം പറഞ്ഞിട്ടും ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടും ഈവൻ നമ്മുടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് രാവിലെ തീർച്ചയായും ആ അവസ്ഥയിലെങ്കിൽ അത് മാറ്റേണ്ട സാഹചര്യമുണ്ടല്ലോ. അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അല്പസമയം മുമ്പ് ഡോക്ടർ എൽസി ഉമ്മൻ സൂചിപ്പിച്ചു, ഇങ്ങനെയുള്ള ടെലിവിഷൻ ചർച്ചകൾ കാണുമ്പോൾ പോലും ആളുകൾക്ക് മാറ്റമുണ്ടാകുന്നുവെന്ന്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ എടുത്തു പറയേണ്ടത് ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, ഒരു പെൺകുട്ടിക്ക് 10ാം ക്ലാസ്സുകാരൻ ലഹരി വസ്തു നൽകുന്നു, അത് ചോക്ലേറ്റിലാണ് നൽകുന്നത്. ആ കുടുംബം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അവിടെ ഒരു സുഹൃത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ആ സുഹൃത്ത് ആ കുടുംബത്തോട് പറയുന്നു, ഇത് നിങ്ങൾ പുറത്തറിയണം, മറ്റൊരു പെൺകുട്ടിക്ക് ഇത്തരം ദുരവസ്ഥ ഉണ്ടാകരുത്, അതുകൊണ്ട് ആ ആൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തറിയിക്കുക തന്നെ വേണം, അതിന് നിയമ നടപടികൾ ഉണ്ടാകണം എന്ന മട്ടിൽ. അപ്പോൾ അങ്ങനെ ഇടപെടൽ ഉണ്ടാകണം. ആ കുടുംബത്തിന് അതാണ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് എവിടെ നിന്നാണോ ആ ഇടപെടൽ ഉണ്ടാകേണ്ടതില്ലേ എന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും അഭിലാഷേ, പിന്നെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഫോർത്ത് എസ്റ്റേറ്റിന്റെ ധർമ്മമാണ്. അത് വളരെ അപ്രീഷിയബിൾ ആണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഓരോ പില്ലേഴ്സ് മാത്രം നോക്കിക്കൊണ്ട് കാര്യം, ഇതിനൊരു കളക്റ്റീവ് എഫേർട്ട് വേണം. ഇപ്പോൾ ഇത് വലിയൊരു സോഷ്യൽ ഈവിളാണ്, ഒരു സോഷ്യൽ ക്യാൻസർ ആയി മാറിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വീഴുന്നതിലല്ല ഇന്നത്തെ ഏറ്റവും വലിയ കൺസേൺ. കാര്യം മദ്യത്തിലും മയക്കുമരുന്നിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതെല്ലാം ഇങ്ങനെ ആയിക്കഴിഞ്ഞു. കുട്ടികൾ, അടുത്ത ജനറേഷൻ നശിച്ചുപോയി. ഒരു രാജ്യത്തിനും ഈ പറയുന്ന യങ്ങർ ബ്രിഗേഡ്, യൂത്ത് ബ്രിഗേഡ് ഉയർന്നു വരാതെ ആ രാജ്യം ഒരിക്കലും പ്രോസ്പർ ചെയ്യത്തില്ല. എല്ലാ രാജ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവത്വത്തിന്റെ ശക്തിയാണ്. അവരുടെ ബിഹേവിയർ വലുതാണ്, അവരുടെ ചിന്തകൾ വലുതാണ്, അവരുടെ കേപ്പബിലിറ്റീസ് കഴിവാണ്, അവരുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള എൻതൂസിയാസം വലുതാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇൻ ടോട്ടോ ആണ് ഇത് വരുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് ഇന്ന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാല് ഈ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികളെ ബെറ്റർ ലൈഫ് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കണം. അവർക്ക് നല്ല ജീവിതത്തെ പറ്റിയിട്ട് ഒരു നല്ല ചിന്ത ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാർക്ക് വാങ്ങിച്ച എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതിനും പകരം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺട്രിക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് ടീച്ചിങ് ഒക്കെ വേണം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ടീച്ചേഴ്സിനെ കൗൺസിൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ കൗൺസിൽ ചെയ്തിട്ട് TOT മാതിരി കൊടുത്ത് അവരെ കൗൺസിലേഴ്സ് ആക്കി മാറ്റണം. കാര്യം ചെറിയ ഇഷ്യൂ, നമുക്കറിയാം, റോഡ് ആക്സിഡന്റില് ഒരാള് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഇപ്പം എൽസി മാം പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങൾ 1-2 പേര് കുട്ടികൾക്ക് പ്രശ്നമുണ്ട്, ഈ പഞ്ഞാറമൂടും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു അഗ്രവേറ്റഡ് സിറ്റുവേഷനിലാണെങ്കിൽ അത് പ്രശ്നമാണ്. ആ ഫസ്റ്റ് ഇൻസിഡൻസിൽ തന്നെ റോഡിൽ വീണ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പിന്നെ റെഫറൽ ആശുപത്രിയിലേക്ക് പോകുന്നു, മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന പോലെ തന്നെ ഇവരുടെ അടുത്ത് പോകുമ്പോൾ കൗൺസിലേഴ്സ്, പ്രൊഫഷണൽ കൗൺസിലേഴ്സിന് അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഡു സംതിങ് സോ ദാറ്റ് ദേ ഡോണ്ട് സ്പോയിൽ ദെയർ മൈൻഡ്. അവരുടെ മനസ്സിനെ സ്ഥിരതയുള്ള ആക്കാൻ, സ്റ്റേബിൾ ആക്കാനായിട്ടുള്ള, നമുക്കറിയാം ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ചെയ്യുന്നത് സ്റ്റെബിലൈസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞ പോലെ കുട്ടികളെ നല്ല രീതിയിൽ, അതുപോലെ ഫെലോബിങ്, നമ്മളിത് ഗാന്ധിജിയുടെ നാടാണ്, ട്രൂത്ത്, നോൺ വയലൻസ്, അതുപോലെ ടോളറൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉള്ള നാട്ടിലാണ് ദിവസവും TV ഓൺ ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത. ഞങ്ങൾക്കൊന്നും ഇതൊന്നും തോന്നിയിട്ട് ഞെട്ടലില്ല. കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഇവിടുത്തെ സ്ഥിരം സംഭവമാണ്. ഇതിനെ പരസ്പരം പഴിചാരാതെ ഇതിനെ നേരെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ഒരു കാര്യം കൂടെ മിസ്റ്റർ അഭിലാഷ് ഒന്ന് പറഞ്ഞോട്ടെ. ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു വാട്സാപ്പ് അയച്ചു തന്നു. അതിനകത്ത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഫോട്ടോയുടെ വെച്ചിട്ടുണ്ട്. അഭിലാഷ് ചിലപ്പോൾ കണ്ടു കാണും, ഞാൻ അയച്ചു തരാം. ദ യൂണിവേഴ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ലോട്ട് ഓഫ് മോറോൺസ്. ഇഡിയറ്റ്സ് ഒക്കെ ഒത്തിരി എണ്ണം നമ്മുടെ നാട്ടിൽ കിടന്നു. ഈ മോറോൺസിനെയൊക്കെ പിടിച്ചിട്ട് പ്രധാനപ്പെട്ട പോസ്റ്റിൽ കൊണ്ടിരുത്തുന്നു. എന്തിനാണ്? പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. നമുക്ക് കേപ്പബിലിറ്റി ഉള്ള, അറിവുള്ള, ജ്ഞാനിയായ മനുഷ്യർ ഈ സമൂഹത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? റൈറ്റ് പേഴ്സൺ ഷുഡ് ബി ഓൺ റൈറ്റ് പ്ലേസ്. അതിന് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെറിറ്റ് കൊടുക്കണം, അല്ലാതെ പൊളിറ്റിക്കൽ അഫിനിറ്റി അല്ല. വെൻ പൊളിറ്റിക്സ് എൻഡേഴ്സ് വിസ്ഡം വാനിഷസ്. വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. രാഷ്ട്രീയത്തിലുള്ളവർ വന്നോട്ടെ, അവിടെ നന്മയുള്ളവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഈ പറയുന്ന യുവാക്കളെ
പിന്നെ പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവരും വേണം. ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പം തന്നെ 2026 പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബഹളമായി. ക്യാരക്ടർ ഉള്ളവൻ, നോളജ് ഉള്ളവൻ, സ്വഭാവശുദ്ധി ഉള്ളവൻ, പിന്നെ കഴിവുള്ളവൻ, മികവുള്ളവൻ വേണം മുഖ്യമന്ത്രിയാകാൻ. അല്ലെ ഈ നാട് ഇങ്ങനെ ഇതിൽ നാശമാവും. എന്തായാലും അങ്ങനെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ മാത്രമല്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലും ശ്രീ ശ്യാം ഇതിൽ രാഷ്ട്രീയം പറയുകയല്ല, അല്ലെങ്കിൽ പരസ്പരം പഴിചാരുകയൊന്നുമല്ല. പക്ഷേ ഡോക്ടർ എൽസി ഉമ്മനും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയന്ത്രണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ എൽസി ഉമ്മൻ അവർക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു ആളെ കൗൺസിൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും, തിരുത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ നിയമപരമായി ഇതിൽ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കാണ് എപ്പോഴും സാധിക്കുക. അതുകൊണ്ടാണ് ഇത്തരം ഇനിഷ്യേറ്റുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്യേണ്ടതായും വരുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ളതൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ ഈ കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അധ്യാപകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, രക്ഷിതാക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കേണ്ടതുണ്ട് എങ്കിൽ ഒരു സർക്കാർ മിഷനറിക്ക് അത് നടത്താൻ സാധിക്കില്ലേ എന്നുള്ളതാണ് സംശയം. അങ്ങനെ വലിയ തോതിലുള്ള ബോധവൽക്കരണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലും നടക്കുന്നുണ്ടോ എന്നത് സംശയകരമല്ലേ ശ്രീഷ? ഇപ്പോൾ കേരളത്തിലെ സർക്കാർ യോദ്ധാവ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ ഇടപെടൽ സ്കൂളുകളെല്ലാം കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകിയത്. ഇവിടെ റിട്ടയർഡ് SP പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം തീർത്തും അരാഷ്ട്രീയമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങളിലൊന്ന് അരാഷ്ട്രീയതയാണ്. അത് ഇനിയെങ്കിലും തിരിച്ചറിയാൻ സമൂഹം തയ്യാറാകണം. ക്യാമ്പസുകളിലെ രാഷ്ട്രീയ നിരോധനമാണ് അരാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും വലതുപക്ഷവൽക്കരണത്തിലേക്കും ഉൾപ്പെടെ നീങ്ങിയതും. ലഹരി മാഫിയയാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് രൂപത്തിലേക്കുള്ള തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് ക്യാമ്പസുകൾ മാറിയത്, വിദ്യാർത്ഥികളെ കൊണ്ടെത്തിച്ചത് സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും രാഷ്ട്രീയ നിരോധനമാണ് എന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. അത് വിവിധ ഘട്ടങ്ങളിലായി നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ 56-ന് ശേഷം മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പരാജയം എന്ന നിലയ്ക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഹരി വ്യാപിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ തീർത്തും ഒരു നിരുത്തരവാദപരമായ തരത്തിലുള്ള സമീപനം, അരാഷ്ട്രീയമായ സമീപനമാണ് ഈ റിട്ടയർഡ് SP ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാജ്യത്തെമ്പാടുമുണ്ടായ വ്യാപനമാണ്, തിരിച്ചറിയണ്ടേ. അത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടായിട്ടുള്ളതാണോ? എന്തുകൊണ്ട് അങ്ങ് ഡൽഹി മുതൽ ഇങ്ങോട്ടുള്ള വ്യാപനത്തെ സംബന്ധിച്ച് പറയുന്നില്ല? അതിനെ സംബന്ധിച്ച് അങ്ങ് നിശബ്ദനാണ്. അത് ശരിയല്ലാത്ത സമീപനമാണ്. ഇത് നമ്മൾ കൂട്ടായി നടത്തേണ്ട ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഈ ലഹരിയെ നമുക്ക് തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കൂ. നിങ്ങൾ നോക്കൂ, 1.25 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്നാണ് BJP ഭരിക്കുന്ന ഗുജറാത്തിലെ മുന്ദ്ര കടപ്പുറത്തുനിന്നും പിടിക്കപ്പെട്ടത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് ഒറ്റ തവണയാണ് പിടിച്ചത്. അതിനുശേഷം പിന്നെ 3-4 ഇടവേളയിലാണ് പിന്നീട് 34,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുന്നത്. അവിടെ തുടർച്ചയായി കടത്തുന്നുണ്ട്, നമ്മുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മാത്രം പിടികൂടുന്നു. അല്ലാത്തതെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയും നമ്മുടെ രാജ്യത്തെമ്പാടും അത് പരന്ന് കിടക്കുകയാണ്. അത് വലിയ തോതിൽ സപ്ലൈ നടക്കുകയാണ്. അതിൽ വലിയ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പിടിക്കപ്പെടുന്നത്. ആ പിടിക്കപ്പെടുന്നത് ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് മാത്രം സാധിക്കുന്നതല്ല. ഇവിടെ ചർച്ചയിൽ തന്നെ അഡ്വക്കേറ്റ് ആൻസൺ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഒരു ഗവൺമെൻറ് സംവിധാനത്തെ മാത്രം ആശ്രയിച്ചാണോ ഇത്തരം കാര്യങ്ങൾ പോകേണ്ടത്? ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഈ സമൂഹം ഒന്നാകെ രാഷ്ട്രീയം മറന്ന് ജാതിമത ചിന്തകൾക്കപ്പുറത്ത് നമ്മളെല്ലാവരും ഈ സമൂഹം ഒന്നാകെ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ആ കൂട്ടായ പ്രവർത്തനത്തിന് ഇനിഷ്യേറ്റ് എടുക്കുക എന്നത് പുറത്തു നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ ഒന്നുമല്ല സാധിക്കുന്നത്. അവിടെയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്ന് തിരുത്തേണ്ട സമയമാണെങ്കിൽ ആ സമയത്താണ് തിരുത്തേണ്ടത്. ഇതിപ്പോൾ തുടർച്ചയായി വാർത്തകളിൽ നിറയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ആവർത്തിച്ച് ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതാണ് സംശയം. അതായത് ഒരു ഇനിഷ്യേറ്റ് ഉണ്ടാകേണ്ടത് സർക്കാരിൽ നിന്ന് തന്നെയല്ലേ, അല്ലെങ്കിൽ ഭരണകൂടത്തിൽ നിന്ന് തന്നെയല്ലേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെയല്ലേ എന്ന സംശയം ഉണ്ടാകുന്നത്. യോദ്ധാവ് എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ഇപ്പോൾ അതിൻ്റെ ഒരു യോഗത്തിൽ, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, ശരി, മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെ SP ഉൾപ്പെടെ വിളിച്ചു ചേർത്ത യോഗങ്ങളുണ്ടായിരുന്നു. ആ യോഗങ്ങളിലെല്ലാം നമ്മൾ യുവജന സംഘടനയെ പ്രതിനിധീകരിച്ച് നമ്മൾ പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പങ്കെടുത്തിരുന്നു. അധ്യാപകരും രക്ഷിതാക്കളുടെയും സംഘടനയിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും ക്യാമ്പസുകളെ, കലാലയങ്ങളെ,
എങ്ങനെ ലഹരിക്കടിമപ്പെടാതെ അവരുടെ കടന്നുകയറ്റത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതുൾപ്പെടെയുള്ള നല്ല പരിശോധനകളും അതിനാവശ്യമായ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ സമൂഹം ഒന്നാകെ ഇനിയും തുടർച്ചയായി നടത്തേണ്ടതാണ്. ഗവൺമെൻറ് യോദ്ധാവ് എന്നൊരു പദ്ധതിയുമായി വന്നു. അത് അതിൻ്റെ തുടർച്ചയിൽ നമ്മളാണ്, ഈ സമൂഹമാണ് അതിന് ഏറ്റവും വലിയ കരുത്തും പിന്തുണയുമേകി നമ്മൾ രംഗത്തിറങ്ങും. നിങ്ങൾ നോക്കൂ, DYFI എന്ന നിലയിൽ സംഘടനാപരമായി ഞങ്ങൾ നടത്തിയുള്ള ഒട്ടനവധി ക്യാമ്പയിനുകളുണ്ട്. കഴിഞ്ഞ നിരവധി സമയങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 2-3 ആഴ്ച മുന്നെയാണ് കേരളത്തിലെ 200 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ലഹരിക്കെതിരായി, മയക്കുമരുന്നെതിരായി ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചത്. ഞങ്ങൾ 2400-ലധികം വരുന്ന യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ലഹരിക്കെതിരായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ജാഗ്രതാ സമിതികൾ ഞങ്ങൾ രൂപീകരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലഹരിക്കെതിരായിട്ടുള്ള മനുഷ്യ ചങ്ങലകൾ സംഘടിപ്പിക്കുന്നു, വീട് കയറിയുള്ള ഹൗസ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, കലാജാഥ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഞങ്ങൾ നടത്തി. ഈ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഓരോ ജില്ലയിലെയും ബ്ലോക്കിൻ്റെയും നേതൃത്വത്തിലെല്ലാം കലാജാഥകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഒരു വഴിക്ക് പോകുന്നു. ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ബഹുജനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി, സർക്കാർ സംവിധാനങ്ങളുടെയും ബഹുജനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ DYFI എന്ന നിലയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും രംഗത്തിറങ്ങണം. പൊതുപ്രവർത്തകർ, പൊതുസമൂഹം ഒന്നാകെ രംഗത്തേക്ക് വരികയാണ് വേണ്ടത്. എന്തായാലും നമ്മൾ ഒട്ടേറെ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും രാജ്യത്ത് തന്നെ സാമൂഹ്യ സുരക്ഷയിൽ, ജീവിത നിലവാരത്തിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്തെല്ലാം ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിൽ ഓരോ മലയാളികൾക്കും അഭിമാനമുണ്ട്. പക്ഷേ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് തുടർച്ചയായി നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ കുട്ടി ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് ഈ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. ഒരു മിനിറ്റ്, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ 484 പോലീസ് സ്റ്റേഷനിലും NDPSന്റെ കേസ് ഉണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അല്ലാതെ ഒരു ഭാഗികമായിട്ടല്ല, മൊത്തമുണ്ട്. ഞാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലാണ്, എല്ലായിടത്തും കേസുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ഡിസ്ട്രിക്റ്റും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ കേസ് ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. NDPSO അല്ലെങ്കിൽ MDMA ഇങ്ങനെയുള്ള കേസുകൾ ഇല്ലാത്ത സ്റ്റേഷൻസ് ഇല്ല. എന്തായാലും അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ, തീർച്ചയായും ആ സംസ്ഥാനങ്ങളിലെ കണക്കും പ്രധാനമാണ്. പക്ഷേ മറ്റ് രംഗങ്ങളിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നുവെങ്കിൽ ഈ ലഹരി വസ്തുക്കളോട് നോ പറയുന്നതിലും കേരളം മുന്നിട്ട് നിൽക്കേണ്ടതാണ് എന്നതാണ് നമ്മൾ സംസാരിച്ചത്. കുട്ടികളിലെ അക്രമവാസനകൾക്ക് പരിഹാരം എന്നത് സ്കൂളുകളിലെ രീതി മാറണോ എന്നായിരുന്നു നമ്മൾ ഓൺലൈൻ വഴി ചോദിച്ച ചോദ്യം. അതിൽ 96% പ്രേക്ഷകരും മാറേണ്ടതുണ്ട് നമ്മുടെ പഠനരീതിയും ക്ലാസ് മുറികളും എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. 2% പ്രേക്ഷകർക്ക് മാത്രമാണ് എതിരഭിപ്രായമുള്ളത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.